ഇന്ന് നമുക്ക് ഫ്രാക്ഷൻ്റെ സബ്ട്രാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായി ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന ഒരു ലൈക്ക് ഫ്രാക്ഷൻ ആണ്. ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ സെയിം ആയിരിക്കും. അങ്ങനെ വന്നാൽ എളുപ്പമാണ്. ന്യൂമറേറ്റർ മൈനസ് ചെയ്യുക, ഡിനോമിനേറ്റർ താഴെ കൊടുക്കുക. ഇവിടെ 4 - 6/8, 4 നിന്ന് 6 മൈനസ് ചെയ്യുമ്പോൾ -2, -2/8. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -1/4. നെഗറ്റീവ് വരാൻ കാര്യം ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറിനെയാണ് നമ്മൾ മൈനസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4/6 - 3/2. ഇവിടെ ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്. ദാറ്റ് മീൻസ് അൺലൈക്ക് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 4 × 2 - 3 × 6/6 × 2. 4 2s are എത്രയാ? 8 മൈനസ് 3 6 are 18/12. 8ൽ നിന്നും 18 മൈനസ് ചെയ്യുമ്പോൾ -10/12 കിട്ടും. അതിന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -5/6 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 8/5 - 2/15 എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് പറയണേ. ഇനി നമുക്കൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ്റെ സബ്ട്രാക്ഷൻ കണ്ടാലോ. 7 3/4 - 2 3/5. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യമായി ഹോൾ നമ്പേഴ്സിന് തമ്മിൽ മൈനസ് ചെയ്യുക. 7 - 2 = 5. അത് അവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് ആ ഫ്രാക്ഷനെ എടുക്കാം. 3/4 - 3/5. ഇത് നോക്കിയാൽ ഇത് അൺലൈക്ക് ഫ്രാക്ഷൻ ആണല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 3 × 5 - 3 × 4/4 × 5. 3 5s are 15 - 3 4s are 12/4 5s are 20. That is equals to 3/20 എന്ന് കിട്ടി. ഇനി നമ്മൾ കഴിഞ്ഞിട്ടില്ല. നേരത്തെ എഴുതിയ 5ഉം 3/20 കൂടി ചേർത്ത് എഴുതുമ്പോഴേ ഇതിൻ്റെ ഫൈനൽ ആൻസർ ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇനി വീണ്ടും ഒരു ക്വസ്റ്റ്യൻ കൂടി. 8 5/12 - 3 1/16 എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് പറയണം കേട്ടോ.